കേരള ചരിത്രത്തിലെ ആദ്യത്തെ ടോപ്പിക്കാണ് യൂറോപ്യന്മാരുടെ വരവ്. അപ്പോൾ ഈ ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങളൊന്ന് നോക്കാം. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. ആധുനിക ഇന്ത്യ ചരിത്രത്തിന് തുടക്കം കുറിച്ചത് യൂറോപ്യന്മാരുടെ ആഗമനമാണ്. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ആരാണ്? പോർച്ചുഗീസുകാരാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാന്ന് ചോദിച്ചാൽ അത് അറബികളാണ്. ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരാണ്? അറബികൾ. അപ്പോൾ ഈ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യന്മാരുടെ ക്രമം നമ്മൾ ഓർഡറിലായിട്ട് പഠിക്കണം. ആദ്യം വരുന്നത് നമ്മൾ പറഞ്ഞു പോർച്ചുഗീസുകാർ, രണ്ടാമത് വന്നത് ഡച്ചുകാരാണ്, മൂന്നാമതാണ് ബ്രിട്ടീഷുകാർ, അടുത്തത് ഫ്രഞ്ചുകാർ. അപ്പോൾ പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും കേട്ടിട്ടുള്ളൊരു കോഡാണ് ഇത്. ഇതിൻ്റെയൊക്കെ ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് പോഡ ബീഫെ എന്ന് പറയുന്നത്. പോഡ ബീഫെ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ, ഫ്രഞ്ചുകാർ. അപ്പോൾ ഈ ഒരു കോഡ് ഓർത്തിരുന്നാൽ നമ്മൾ എക്സാം ടൈമിൽ നമുക്ക് കൺഫ്യൂഷൻ വരത്തില്ല. എന്താണ് കോഡ്? പോഡ ബീഫെ. ഓക്കെ. അപ്പോൾ ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യർ വ്യാപാരത്തിനായിട്ട് കേരള തീരത്തെത്തുന്നത്? 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ്. അപ്പോൾ ഈ ഓരോ യൂറോപ്യന്മാർക്ക് നമുക്ക് ഓരോ വിശേഷണങ്ങളുണ്ട്, അതെടുത്ത് നോക്കാം. പോർച്ചുഗീസുകാരെ പറങ്കികൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. അടുത്ത പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്നത് ഫ്രഞ്ചുകാരാണ്. പരന്ത്രീസുകാർ എന്നറിയപ്പെടുന്ന ആരാണ്? ഫ്രഞ്ചുകാരാണ്. നെക്സ്റ്റ് ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. അടുത്ത യവനർ എന്നറിയപ്പെടുന്നത് ഗ്രീക്കുകാരാണ്. യവനർ, ഗ്രീക്കുകാർ. ഇനി വെള്ളക്കാർ എന്നറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാരാണ്. അതുപോലെ ശീമക്കാർ എന്നും ഇവരറിയപ്പെടുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഉറപ്പായിട്ട് ചോദിക്കും. പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാർ. പറങ്കികൾ പോർച്ചുഗീസുകാർ, പരന്ത്രീസ് ഫ്രഞ്ചുകാർ, ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ, പിന്നെ യവനർ ഗ്രീക്കുകാർ. ബ്രിട്ടീഷുകാരെ നമുക്ക് കിട്ടും. വെള്ളക്കാരും ശീമക്കാരുമാണ് ബ്രിട്ടീഷുകാർ അറിയപ്പെടുന്നത്. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ പോർച്ചുഗീസുകാരിൽ ആരാണ് ആദ്യം എത്തുന്നത്? വാസ്കോഡ ഗാമയാണ്. അപ്പോൾ നമ്മളത് കുഞ്ഞിലെ പഠിക്കുന്നതാണല്ലേ, വാസ്കോഡ ഗാമയാണ്. വാസ്കോഡ ഗാമ ഇന്ത്യയിലെ തന്നെ നമ്മുടെ കേരളത്തിലാണ് എന്ത് ചെയ്യുന്നത്? വാസ്കോഡ ഗാമ എത്തിച്ചേരുന്നത്. അപ്പോൾ കടൽ മാർഗമാണ് ഇവർ ഇന്ത്യയിൽ എത്തുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു ചിത്രം നോക്കിക്കോ, അതിൽ നമുക്ക് കാണാൻ പറ്റും യൂറോപ്പും പോർച്ചുഗലും അതുപോലെ നമ്മുടെ ഇന്ത്യയൊക്കെ ഇരിക്കുന്നത് എവിടെയാണെന്ന് കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആഫ്രിക്കയുടെ താഴെയായിട്ടൊരു ഇത് കാണിക്കുന്നുണ്ട്, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് തന്നെ ഒരു ക്വസ്റ്റ്യനാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് ഈ പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. ഏതു വഴിയാണിടാ? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ ഈ സമയത്ത് പോർച്ചുഗലിലെ രാജാവ് ആരായിരുന്നു? മാനുവൽ ഫസ്റ്റ് രാജാവായിരുന്നു. അപ്പോൾ ഇദ്ദേഹമാണ്, ഈ മാനുവൽ ഫസ്റ്റ് രാജാവാണ് ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാസ്കോഡ ഗാമ ഒരു ടീമിനെ എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിലോട്ട് അയക്കുന്നത്. അപ്പോൾ ഇവർ ലിസ്ബൺ എന്ന സ്ഥലത്ത് നിന്ന്, അതായത് പോർച്ചുഗീസിലെ ലിസ്ബൺ എന്ന സ്ഥലത്ത് നിന്ന് 1497 യാത്ര ആരംഭിക്കുന്നത്. എപ്പോൾ? 1497. എന്നിട്ട് 1498 മെയ് 20 ഇവരെന്ത് ചെയ്യുന്നത്? ഇങ്ങനെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കറങ്ങി നമ്മുടെ കേരളത്തിൽ എത്തിച്ചേരുന്നത്. അപ്പോൾ കേരളത്തിൽ എവിടെയാണ് എത്തിച്ചേരുന്നത്? കോഴിക്കോടാണല്ലേ. കോഴിക്കോട് കാപ്പാട് കടപ്പുറത്താണ് എത്തിച്ചേരുന്നത്. അപ്പോൾ അവിടെ കോഴിക്കോട് കാപ്പാട് കടപ്പുറത്ത് 1498 മെയ് 20 എത്തിച്ചേരുന്നു. അപ്പോൾ കുറച്ച് വിശദമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പന്തലായനി ബീച്ചിലാണ് എന്ത് ചെയ്യുന്നത്? വാസ്കോഡ ഗാമ കപ്പലിറങ്ങിയത്. എവിടെയാണടാ? കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്തിൽ കാപ്പാട് കടപ്പുറത്ത് ഏത് ബീച്ചാണ്? പന്തലായനി ബീച്ച്. അപ്പോൾ ഇതൊക്കെ ചോദിക്കും കേട്ടോ. ചേമഞ്ചേരി പഞ്ചായത്ത്, ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ചേമഞ്ചേരി പഞ്ചായത്ത്, പന്തലായനി ബീച്ച്. ഓക്കെ. കോഴിക്കോട് ചേമഞ്ചേരി പഞ്ചായത്ത് കാപ്പാട് കടപ്പുറത്തിൽ പന്തലായനി ബീച്ചിലാണ് വാസ്കോഡ ഗാമ എന്ത് ചെയ്തത്? കപ്പലിറങ്ങിയത്.
അപ്പോൾ ലിസ്ബണിൽ നിന്ന് നമ്മുടെ വാസ്കോഡ ഗാമയും സംഘവും 3 കപ്പലുകളിലായിട്ടാണ് യാത്ര ആരംഭിച്ചത്. ഓക്കെ, 3 കപ്പലുകളിലായിട്ട്. അതിൽ ആദ്യത്തെ കപ്പല് നമ്മുടെ വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പലാണ് സെന്റ് ഗബ്രിയേൽ എന്ന് പറയുന്നത്. വാസ്കോഡ ഗാമ സഞ്ചരിച്ച കപ്പൽ ഏതാണ്? സെന്റ് ഗബ്രിയേൽ. ബാക്കിയുള്ള 2 കപ്പലുകളാണ് സെന്റ് റാഫേലും സെന്റ് ബെറിയോ. ഏതൊക്കെയാണ്? സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ. ഇതിൽ സെന്റ് റാഫേൽ എന്ന കപ്പലിലുണ്ടായിരുന്നത് ഗാമയുടെ സഹോദരനായ പൗലോഡ ഗാമയായിരുന്നു കപ്പിത്താൻ. ഗാമയുടെ സഹോദരനായ പൗലോഡ ഗാമ. ഓക്കെ. 3ാമത്തെ കപ്പലായിട്ടുള്ള സെന്റ് ബെറിയോയിലെ ക്യാപ്റ്റൻ നിക്കോളോ കോവിൻഹോ ആയിരുന്നു. ആരായിരുന്നു? ക്യാപ്റ്റൻ നിക്കോളോ കോവിൻഹോ ആയിരുന്നു സെന്റ് ബെറിയോയിൽ. അപ്പോൾ 3 കപ്പൽ ഏതൊക്കെയാണ്? സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, സെന്റ് ബെറിയോ. അപ്പോൾ അവിടെ നമ്മുടെ വാസ്കോഡ ഗാമ കോഴിക്കോട് വന്ന് കപ്പലിറങ്ങിയപ്പോൾ കോഴിക്കോട് ഭരിച്ചുകൊണ്ടിരുന്നത് ആരായിരുന്നു? സാമൂതിരി ആയിരുന്നു അല്ലേ. അപ്പോൾ സാമൂതിരി എന്ത് ചെയ്തു? പുറത്തു നിന്ന് ആദ്യമായിട്ടൊരു വിദേശ ശക്തി വന്നപ്പോൾ അവരെ ഇങ്ങനെ 2 കൈയോടും കൂടെ സ്വീകരിച്ചു. എന്നിട്ട് എന്തു പറഞ്ഞു? നിങ്ങൾക്ക് ഇവിടെ വെറുതെ നിൽക്കാൻ പറ്റത്തില്ല, ഇവിടെ കച്ചവടമൊക്കെ നടത്തുകയാണെങ്കിൽ അതിനുള്ള ചുങ്കം തരണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു 3 മാസത്തോളം എന്ത് ചെയ്തു? വാസ്കോഡ ഗാമ അവിടെ തന്നെ നിന്നു. അങ്ങനെ എന്നിട്ട് 1498 ഓഗസ്റ്റിൽ വാസ്കോഡ ഗാമ കോഴിക്കോട് നിന്ന് തിരിക്കുകയാണ്, ലിസ്ബണിലോട്ട് തിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് അപ്പോൾ മെയ് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് ഓഗസ്റ്റിൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. യാത്രാമധ്യേ അദ്ദേഹം കോലത്തിരി രാജാവിൻ്റെ ക്ഷണം അനുസരിച്ച് കണ്ണൂരിൽ ഇറങ്ങി. അപ്പോൾ കോലത്തിരി പറഞ്ഞു എന്താണ്? അവിടെ പോർച്ചുഗീസുകാർക്ക് വേണ്ട എല്ലാ വാണിജ്യ സൗകര്യങ്ങളും കോലത്തിരി വാഗ്ദാനം ചെയ്തു. അപ്പോൾ കോലത്തിരി എന്ന് പറയുന്നത് കണ്ണൂർ ഭരിക്കുന്നതാണല്ലോ. നമ്മുടെ സാമൂതിരി കോഴിക്കോടാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ സാമൂതിരിയും കോലത്തിരിയൊക്കെ തമ്മിൽ അത്രയും നല്ല അടുപ്പമല്ല ഉള്ളതല്ലേ ആ സമയത്ത്. അപ്പോൾ കോലത്തിരി എന്തു പറഞ്ഞു? നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് കോലത്തിരി എന്ത് ചെയ്തു? ഈ വാസ്കോഡ ഗാമയെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ അവിടെ പോയി പിന്നെ ഒരു നവംബറൊക്കെ ആയപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കണ്ണൂരിൽ നിന്ന് വാസ്കോഡ ഗാമ പുറപ്പെടുന്നത്. കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് തൊട്ടടുത്ത വർഷം 1499 എന്ത് ചെയ്തു? ലിസ്ബണിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇതാണ് വാസ്കോഡ ഗാമയുടെ ആദ്യത്തെ വരവെന്ന് പറയുന്നത്. 1497 ലിസ്ബണിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു. 1498 മെയ് 20 എന്ത് ചെയ്യുന്നു? കോഴിക്കോട് എത്തിച്ചേരുന്നു. ദെൻ 1498 ഓഗസ്റ്റിൽ അവിടെ കോഴിക്കോട് നിന്നും തിരിച്ചു പോകുന്നു. യാത്രാമധ്യേ എന്ത് ചെയ്യുന്നു? കോലത്തിരിയുടെ ക്ഷണം അനുസരിച്ച് കണ്ണൂരിലെത്തുന്നു. പിന്നെ കണ്ണൂരിൽ നിന്ന് നവംബറിലാണ് എന്ത് ചെയ്യുന്നത്? പിന്നീട് പുറപ്പെടുന്നത്. അങ്ങനെ 1499 ലിസ്ബണിൽ എത്തിച്ചേർന്നു. 1499 നമ്മുടെ വാസ്കോഡ ഗാമ ലിസ്ബണിലെത്തി. അപ്പോൾ ലിസ്ബണിലെത്തിയ ശേഷം പോർച്ചുഗീസ് രാജാവ് ഇന്ത്യയിലേക്ക് അയച്ച അടുത്ത പ്രതിനിധിയാണ് അൽവാരിസ് കബ്രാൾ. അപ്പോൾ അൽവാരിസ് കബ്രാൾ 1500 ഇന്ത്യയിൽ എത്തിച്ചേർന്നു. 1499 വാസ്കോഡ ഗാമ ലിസ്ബണിലെത്തി. അടുത്ത് 1500 എന്ത് ചെയ്തു? അൽവാരിസ് കബ്രാളിനെ ഇന്ത്യയിലേക്ക് അയച്ചു. അപ്പോൾ ഈ കബ്രാൾ വന്നിറങ്ങിയത് കോഴിക്കോടാണ്. കബ്രാളിൻ്റെ പ്രതിനിധിയായ ഐറിസ് കൊറിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സാമൂതിരിയെ കാണാൻ വേണ്ടിയിട്ട് കബ്രാൾ അയച്ചു. അങ്ങനെ ചർച്ചയ്ക്കൊടുവിൽ സാമൂതിരി എന്ത് ചെയ്തു? കോഴിക്കോട് പണ്ടകശാല നിർമ്മിക്കാൻ അനുമതി നൽകി. അപ്പോൾ അതുവരെ കോഴിക്കോട് വ്യാപാരം നടത്തിയിരുന്ന വിദേശ ശക്തികൾ അറബികൾ മാത്രമായിരുന്നു. അപ്പോൾ ഈ പോർച്ചുഗീസുകാരുടെ വരവ് എന്ത് ചെയ്തു? അറബികളും പോർച്ചുഗീസുകാരും തമ്മിൽ വലിയ സംഘർഷത്തിന് കാരണമായി. അങ്ങനെ ഇവർ തമ്മിലുള്ള ഭയങ്കരമായ സംഘർഷങ്ങളെ തുടർന്നിട്ട്, അതായത് കോഴിക്കോട്ടെ അറബികളുമായിട്ടുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് കബ്രാളിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സംഘം എന്ത് ചെയ്തു? കൊച്ചിയിലെത്തിച്ചേർന്നു. അവരെ ഒരു അഭയം തേടി കൊച്ചിയിലെത്തി. അങ്ങനെ അവർ കൊച്ചിയിലെത്തിയ ഡേറ്റ് പഠിക്കണം. 1500 ഡിസംബർ 25 എത്തിയത്. അപ്പോൾ ഈ കോഴിക്കോടും കൊച്ചിയും കണ്ണൂരും എല്ലാവരും പരസ്പരം ഭയങ്കര ഒരുമിച്ചൊന്നും അല്ല നിൽക്കണം, എല്ലാവരും ഒരു ശത്രുതയാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് വന്ന ആ നമ്മുടെ പോർച്ചുഗീസ് സംഘത്തിനെ കൊച്ചിക്കാരെന്ത് ചെയ്തു? സ്വീകരിച്ചു. അങ്ങനെ കൊച്ചിയിൽ ഒരു വ്യാപാരശാല നിർമ്മിക്കാൻ വേണ്ടി കൊച്ചി രാജാവ് അവർക്ക് അനുവാദം നൽകുകയും ഒരു ഉടമ്പടിയിൽ ഒപ്പുവെക്കുകയും ചെയ്തു. അപ്പോൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് അൽവാരിസ് കബ്രാൾ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് ആര്? അൽവാരിസ് കബ്രാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കും തമ്മിൽ വളർന്നു വന്ന സൗഹൃദം നമ്മുടെ കോഴിക്കോട് സാമൂതിരിയെ അസ്വസ്ഥനാക്കി. അപ്പോൾ കൊച്ചി രാജാവിനും പോർച്ചുഗീസുകാർക്കിടയിൽ ഒരു നല്ല സൗഹൃദ ബന്ധം വളർന്നു വന്നു. അത് നമ്മുടെ സാമൂതിരിക്ക് ഇഷ്ടപ്പെട്ടില്ല.
അപ്പോൾ സാമൂതിരി എന്ത് ചെയ്തു? എല്ലാ പോർച്ചുഗീസുകാരെയും കൊച്ചിയിൽ നിന്ന് പറഞ്ഞയക്കണമെന്ന് ഈ കൊച്ചി രാജാവിന് സന്ദേശം അയച്ചു. പക്ഷെ നമ്മുടെ കൊച്ചി രാജാവ് അത് നിരസിക്കുകയാണ് ചെയ്തത്. തുടർന്ന് 1503 മാർച്ച് 1 കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി. ഒരു യുദ്ധമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോഴിക്കോട് സൈന്യം കൊച്ചിയിലേക്ക് നീങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? കൊച്ചിയിൽ 3 രാജാക്കന്മാർ മരണപ്പെടുകയൊക്കെ ചെയ്തു. യുദ്ധഭയത്തെ തുടർന്ന് കൊച്ചി രാജാവ് അഭയം തേടിയ ക്ഷേത്രമാണ് എളങ്ങുന്നപ്പഴ ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പോൾ കൊച്ചി കോഴിക്കോട് യുദ്ധം അത്രയാണ് പഠിക്കാനുള്ളത്. അടുത്ത് നമ്മുടെ വാസ്കോഡ ഗാമ വീണ്ടും വരെയാണ്. അപ്പോൾ വാസ്കോഡ ഗാമ രണ്ടാമതായിട്ട് വരുന്നത് 2ാമത്തെ വർഷം 1502. അപ്പോൾ രണ്ടാമതായിട്ട് വരുന്നത് 2 ഓർക്കാലോ. 1502 നമ്മുടെ വാസ്കോഡ ഗാമ വീണ്ടും കോഴിക്കോടെത്തെയാണ്. അപ്പോൾ അതിനു മുന്നേ എത്തിയ കബ്രാളും അറബികളും തമ്മിലുള്ള സംഘർഷത്തെ തുടർന്നിട്ടാണ് കബ്രാൾ എന്ത് ചെയ്യുന്നത്? കൊച്ചിയിലോട്ട് എത്തുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ ഗാമ വന്നിട്ട് എന്ത് പറഞ്ഞു സാമൂതിരിയോട്? ഈ അറബികളെ പുറത്താക്കണമെന്ന് സാമൂതിരിയോട് ഗാമ അഭ്യർത്ഥിച്ചു. അപ്പോൾ സാമൂതിരിയോട് അറബികളെ ഇവിടെ നിന്ന് പറഞ്ഞുവിടണം എന്ന് പറഞ്ഞ ആദ്യ പോർച്ചുഗീസുകാരനായി മാറിയത് നമ്മുടെ വാസ്കോഡ ഗാമയാണ്. സാമൂതിരിയോട് അറബികളെ ഇവിടെ നിന്നും പറഞ്ഞുവിടണം എന്ന് പറഞ്ഞ ആദ്യ പോർച്ചുഗീസുകാരനാണ് ആര്? ഗാമ. അപ്പോൾ അങ്ങനെ നമ്മുടെ കോഴിക്കോടുള്ള സാമൂതിരി അത് സംഭവിച്ചു കാണോ? ഇല്ല. അങ്ങനെ വീണ്ടും സാമൂതിരിയുമായി സംഘർഷത്തിന്റെ ഒടുവിൽ ഗാമ വീണ്ടും കൊച്ചിയിലേക്ക് തിരിച്ചെത്തി. അവിടെ വെച്ച് കൊച്ചി രാജാവുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ഈ ഉടമ്പടി പ്രകാരം കൊച്ചിയിലെത്തിയിരിക്കുന്ന പോർച്ചുഗീസ് നാവികനും കൊച്ചി രാജാവ് നിശ്ചയിക്കുന്ന വിലയ്ക്ക് കൊച്ചിയിലുണ്ടാകുന്ന കുരുമുളക്, ഏലം, മറ്റ് ചരക്ക് വസ്തുക്കളൊക്കെ പോർച്ചുഗീസുകാർക്ക് വിട്ടു നൽകണം എന്ന് വ്യവസ്ഥ ചെയ്തു. അപ്പോൾ എന്തായിരുന്നു ഉടമ്പടി? കൊച്ചിയിൽ എത്തിയിട്ടുള്ള നമ്മുടെ പോർച്ചുഗീസ് നാവികനും കൊച്ചി രാജാവും തമ്മിൽ നിശ്ചയിക്കുന്ന വിലയ്ക്ക് അവിടെ ഉണ്ടാകുന്ന സാധനങ്ങൾ, കുരുമുളക്, ഏലം, മറ്റ് ചരക്കെല്ലാം ആർക്ക് തന്നെ? പോർച്ചുഗീസുകാർക്ക് വിട്ടു നൽകണമെന്ന് എന്ത് ചെയ്തു? വ്യവസ്ഥ ചെയ്തു. അവിടെ അത്രയാണുള്ളത്. ഇനി നെക്സ്റ്റ് യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട എന്ന് പറയുന്നത്. ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് മാനുവൽ കോട്ട. അപ്പോൾ ഈ മാനുവൽ കോട്ട പണി കഴിപ്പിച്ചത് അൽബുക്കർക്കാണ്. അൽബുക്കർക്ക് 1503. അപ്പോൾ മാനുവൽ 3 അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. മാനുവൽ 3 ഇത് ചോദിക്കും, വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. 1503 അൽബുക്കർക്കാണ് എന്ത് ചെയ്യുന്നത്? മാനുവൽ കോട്ട പണി കഴിപ്പിക്കുന്നത്. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ തലസ്ഥാനമായിരുന്നു കൊച്ചി. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പിൽക്കാല തലസ്ഥാനമാണ് ഗോവ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ തലസ്ഥാനം കൊച്ചിയും പിൽക്കാല തലസ്ഥാനം ഗോവയുമായിരുന്നു. അപ്പോൾ പോർച്ചുഗീസ് സാമ്രാജ്യത്തെക്കുറിച്ച് കൂടുതൽ നോക്കാം. പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ സ്ഥാപിതമായത് 1628 1628 ഓക്കെ. അപ്പോൾ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോളനികൾ ഗോവയും ദാമൻ ദിയു ആയിരുന്നു. ഏതൊക്കെയാണ്? ഗോവയും ദാമൻ ദിയു. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. അപ്പോൾ അവസാനം തിരിച്ചുപോയതും ഇവർ തന്നെയാണ്. അതായത് ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ ഇന്ത്യയിൽ ഭരണം നടത്തിയ യൂറോപ്യന്മാരാണ് ഈ പോർച്ചുഗീസുകാരെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ 1498 വന്നിട്ട് 1961 തിരിച്ചു പോകുന്നത്. എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? 1961. അതായത് 463 വർഷമാണ് ഇവരെന്ത് ചെയ്തത്? പോർച്ചുഗീസുകാരുടെ സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് 463 വർഷം. അപ്പോൾ പിൽക്കാല തലസ്ഥാനം ഗോവയായിരുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുക്കുന്നത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നാണ്. ആരിൽ നിന്നാണ്? ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് 1510 1510. എന്നിട്ട് എന്ത് ചെയ്തു? ഗോവയെ മോചിപ്പിക്കുന്നത് 1961. അതായത് 1961 ഡിസംബർ 19. അപ്പോൾ 1961 എന്ത് ചെയ്യുന്നത്? പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ട് പോകുന്നത്. ആ വർഷമാണ് ഏറ്റവും അവസാനമായിട്ട് മോചിപ്പിക്കുന്നത് ഗോവേനെയാണ്. അപ്പോൾ ഈ ഡിസംബർ 19 ഗോവ വിമോചന ദിനം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഡിസംബർ 19 ഗോവ വിമോചന ദിനം എന്ന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഗോവയിൽ പോർച്ചുഗീസുകാർക്കെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയെ ഓപ്പറേഷൻ വിജയ് എന്നാണ് വിളിക്കുന്നത്. ഗോവയെ മോചിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ സൈനിക നടപടി എന്ത് പേര് വിളിക്കുന്നു? ഓപ്പറേഷൻ വിജയ്. ഗോവയിലെ ഈ സൈനിക നടപടിയെ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് VK കൃഷ്ണമേനോനാണ്. അപ്പോൾ പോലീസ് ആക്ഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? VK കൃഷ്ണമേനോൻ.
ഇനി ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് പോർച്ചുഗീസ് വൈസ്രോയിമാരെ കുറിച്ചിട്ടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ഫ്രാൻസിസ് കോഡി അൽമേഡ ആയിരുന്നു. ആരായിരുന്നടാ? അൽമേഡ. അൽമേഡ 1505 എന്ത് ചെയ്യുന്നത്? നിയമിതനാകുന്നത്. 1505. അൽമേഡ 1505. 1505 തൊട്ട് 1509 വരെയായിരുന്നു ഇദ്ദേഹം വൈസ്രോയി ആയിരുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടൊരു 3 പോയിന്റ് നമുക്ക് പഠിക്കണം. ഇന്ത്യയിൽ നീല ജലനയം ആവിഷ്കരിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽമേഡ. ഇന്ത്യയിൽ നീല ജലനയം. രണ്ടാമത്തത്, അൽമേഡ കണ്ണൂർ കോട്ട നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അൽമേഡ നിർമ്മിച്ച കോട്ട ഏതാണ്? കണ്ണൂർ കോട്ട, അല്ലെങ്കിൽ സെന്റ് ആഞ്ചലോസ് കോട്ട എന്ന് പറയും. അപ്പോൾ സെന്റ് ആഞ്ചലോസ് കോട്ട 5 തന്നെ 1505. ഓക്കെ, ഇതും വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് വർഷമാണ് കണ്ണൂർ കോട്ട അല്ലെങ്കിൽ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്? 1505. അപ്പോൾ ആഞ്ചലോസ് 5 അങ്ങനെ കണക്ട് ചെയ്യാമല്ലോ. 1505 സെന്റ് ആഞ്ചലോസ് കോട്ട. പിന്നെ ഉള്ള പോയിന്റ്, അഞ്ചുദ്വീപ്, കണ്ണൂർ, മലാക്ക, കൊച്ചി എന്നിവിടങ്ങളിലെ കോട്ടകൾ ബലപ്പെടുത്തുകയും അങ്ങനെ പുതിയ കോട്ടകൾ നിർമ്മിക്കുന്നതിനുള്ള പരിപാടികളൊക്കെ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് അൽമേഡനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ 1505 മുതൽ 1509 വരെ ഇന്ത്യയിലെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നു ഫ്രാൻസിസ് കോഡി അൽമേഡ എന്ന് പറയുന്നത്. അപ്പോൾ 1509 തൊട്ട് 1515 വരെ വന്ന രണ്ടാമത്തെ വൈസ്രോയിയാണ് അൽ ബുക്കർക്ക് എന്ന് പറയുന്നത്. എത്ര വർഷമാണ്? 1509 തൊട്ട് 1515 വരെ. അപ്പോൾ അൽ ബുക്കർക്കിൻ്റെ വേറൊരു പോയിന്റ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. മാനുവൽ കോട്ട നിർമ്മിച്ചത്, അതായത് പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ കോട്ടയായിട്ടുള്ള മാനുവൽ കോട്ട നിർമ്മിച്ചത് ആരാണ്? അൽ ബുക്കർക്കാണ്. അത് വൈസ്രോയൊക്കെ ആവുന്നതിന് മുന്നെയാണ്. 1503 അത് നിർമ്മിച്ചതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ അൽ ബുക്കർക്കിൽ കുറച്ച് പോയിന്റ്സ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനായിട്ടുണ്ട്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്ന വ്യക്തി ഈ അൽ ബുക്കർക്കാണ്. ഓക്കെ, ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അൽ ബുക്കർക്ക്. അതുപോലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം ഇന്ത്യയിൽ മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചു. പിന്നെ കോഴിക്കോട് നഗരത്തെ ആക്രമിച്ചു കീഴടക്കി. അതുപോലെ കോഴിക്കോട് നഗരത്തെ ആക്രമിക്കാൻ ഇദ്ദേഹം മാർഷൽ കുട്ടിൻഹോയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെയാണ് നിയോഗിച്ചത്. അപ്പോൾ കോഴിക്കോട് നഗരത്തെ ഇദ്ദേഹം ആക്രമിച്ചു കീഴടക്കിയ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽ ബുക്കർക്ക് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് മാർഷൽ കുട്ടിൻഹോയുടെ നേതൃത്വത്തിലുള്ള ഒരു സൈന്യത്തെയാണ് ഇദ്ദേഹം നിയമിച്ചത്. പിന്നെ വരുന്നത്, ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകി. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ എന്തൊക്കെയാണ് അൽ ബുക്കർക്കിൽ പറയുന്നത്? ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നു. ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് വൈസ്രോയി. മിശ്ര കോളനി സമ്പ്രദായം ആവിഷ്കരിച്ചു. കോഴിക്കോട് നഗരത്തെ ആക്രമിച്ചു. ഗോവ പിടിച്ചെടുക്കാൻ നേതൃത്വം നൽകി. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയി. അപ്പോൾ ഇദ്ദേഹം അന്തരിക്കുന്നത് 1515 ഡിസംബറിലാണ്. പിന്നെ നമുക്ക് 2 സന്ധികൾ പഠിക്കാനുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, കണ്ണൂർ സന്ധിയും പൊന്നാനി സന്ധിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ കണ്ണൂർ സന്ധിയാണ് ആദ്യം വരുന്നത് കേട്ടോ. 1513 പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് കണ്ണൂർ സന്ധി എന്ന് പറയുന്നത്. എപ്പോഴാണ്? 1513 കണ്ണൂർ സന്ധി. അടുത്തത് പൊന്നാനി സന്ധി 1540. അത് പോർച്ചുഗീസുകാരും കോഴിക്കോടും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് പൊന്നാനി സന്ധി എന്ന് പറയുന്നത്. എപ്പോഴാണ്? 1540 കേട്ടോ. അപ്പോൾ ഈ 2 സന്ധികളും വർഷവും ഉറപ്പായിട്ടും പഠിക്കണം, മാറിപ്പോകരുത് രണ്ടും. ഇനി ഇതിൽ ഒരു 2 ക്വസ്റ്റ്യൻസ് കൂടെ വരുന്നുണ്ട്. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയോ ഡയസ്. എന്താണ്? ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ ബർത്തലോമിയോ ഡയസ്. അപ്പോൾ ഇതൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കോഡ് പറയാം. പ്രതീക്ഷ എന്നാണല്ലോ, ശുഭപ്രതീക്ഷ മുനമ്പ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷ നമുക്ക് വരുന്ന എപ്പോഴാണ്? ആരെങ്കിലും ഒരു കുഞ്ഞൊക്കെ ബർത്ത് ചെയ്യുമ്പോഴാണ് അല്ലേ, ജനിക്കുമ്പോൾ. അപ്പോൾ ബർത്ത് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തോട്ടെ ചെറുതായിട്ട്. ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. അതിൻ്റെ വർഷം കൂടെ ഉണ്ട്, 1488. രണ്ടാമത്തത്, കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ്
പെറോ ഡ കോവിൽഹ. ആരാണ്? പെറോ ഡ കോവിൽഹ. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം കരമാർഗമാണല്ലോ നടന്നു വന്നത്. അപ്പോൾ കോവിൽ എന്ന് പറയുമ്പോൾ നമ്മൾ അമ്പലം എന്ന് പറയത്തില്ലേ, അപ്പോൾ കോവിലെന്നും പറയും. അപ്പോൾ കോവിലൊക്കെ കണ്ടിട്ടാണ് കരമാർഗം ഇദ്ദേഹം വന്നത് എന്നൊന്ന് ചെറുതായിട്ടൊന്ന് കണക്ട് ചെയ്തു. കരയിൽ കൂടെ വന്നപ്പോൾ കരമാർഗം നടന്നു വന്നപ്പോൾ എന്ത് ചെയ്തു? കോവിലൊക്കെ കണ്ട് അവിടെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഇദ്ദേഹം വന്നതെന്നൊന്ന് ഓർത്താൽ മതി. അപ്പോൾ 2 ക്വസ്റ്റ്യൻ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യത്തെ പോർച്ചുഗീസ് നാവികൻ? പ്രതീക്ഷ, ബെർത്തലോമിയോ ഡയസ്. ഇനി കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി ആരാണ്? കരയിൽ കോവിലുണ്ടായിരുന്നു, പെറോഡ കോവിൽഹ. ഓക്കെ, ഇനി നമുക്ക് യൂറോപ്യന്മാരുടെ വരവിൽ കുറച്ച് കുഞ്ഞാലി മരക്കാർമാർ ആ ഒരു സെക്ഷനും പിന്നെ കുറച്ച് കൃതികളൊക്കെയാണ് ഉള്ളത്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.